മഞ്ഞിൽ മായ തീയുണ്ടെന്ന് ഉണ്ണി പറഞ്ഞു, തണുവിൽ തോരാ തീയുണ്ടെന്ന് ഉണ്ണി പറഞ്ഞു. തണുത്തു മരച്ച മനസ്സ് ഉണർന്നു ശോഭിക്കൂ നീ. ഉണ്ണി പിറന്നു, ചങ്കിലുണ്ണി പിറന്നു, ഉണ്ണി പിറന്നു, ചങ്കിലുണ്ണി പിറന്നു. സുമധുരമായ ക്രിസ്മസ് ആശംസകൾ, സമ്മോഹനമായ ആനന്ദ ആഘോഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും സകുടുംബം നേരുകയാണ്. നമുക്ക് ഒരുമിച്ച് പാടാം. മഞ്ഞിൽ തീയുണ്ടെന്ന് ചരിത്രത്തിൽ ആദ്യം പഠിപ്പിച്ചത് ഉണ്ണിമിശിഹായാണ്. തണുവിൽ തോരാത്ത അഗ്നിയുണ്ടെന്ന് നമ്മെ പഠിപ്പിച്ച ദിവ്യരക്ഷകൻ. മഞ്ഞിൽ മായ തീയുണ്ടെന്ന് ഉണ്ണി പറഞ്ഞു, തണുവിൽ തോരാ തീയുണ്ടെന്ന് ഉണ്ണി പറഞ്ഞു. മഞ്ഞിൽ മായ തീയുണ്ടെന്ന് ഉണ്ണി പറഞ്ഞു, തണുവിൽ തോരാ തീയുണ്ടെന്ന് ഉണ്ണി പറഞ്ഞു. തണുത്തു മരച്ച മനസ്സേ ഉണർന്നു ശോഭിക്കൂ നീ. ഉണ്ണി പിറന്നു, ചങ്കിലുണ്ണി പിറന്നു, ഉണ്ണി പിറന്നു, ചങ്കിലുണ്ണി പിറന്നു, ഉണ്ണി പിറന്നു, ചങ്കിലുണ്ണി പിറന്നു, ഉണ്ണി പിറന്നു, ചങ്കിലുണ്ണി പിറന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ക്രിസ്മസിന് ഒരു തീ ഒഴിച്ചില് സിറമലബാർ ആരാധനാക്രമത്തിലുണ്ട്. ഇത് തണുപ്പ് മാറ്റാനല്ല, തണുപ്പിൽ തീയിട്ട ദൈവത്തെ സ്തുതിക്കാനാണ്. മഞ്ഞ് എല്ലാത്തിനെയും തണുപ്പിക്കുന്ന മഞ്ഞ്, എല്ലാത്തിനെയും മരവിപ്പിക്കുന്ന മഞ്ഞ്. ആ മഞ്ഞിനകത്ത് ഒരു തീ ഉണ്ടെന്ന് നമ്മെ പഠിപ്പിച്ചത് ഉണ്ണിമിശിഹായ. അഥവാ സ്വർഗത്തിൻ്റെ തീക്കനലാണ് മഞ്ഞിലേക്ക് വന്നു വീണത്. സ്വർഗത്തിൻ്റെ തീക്കട്ടയാണ് മഞ്ഞിലേക്ക് വന്നു വീണത്. മഞ്ഞിൽ മായാ തീയുണ്ടെന്ന് എൻ്റെ ഉണ്ണി പറഞ്ഞു. ഇന്ന് ഈ രാത്രിയിൽ ഈ തീപ്പന്തം നിങ്ങളുടെ ചങ്കിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ചങ്കിലേക്ക് ഞങ്ങൾ കത്തിക്കുകയാണ്. ഒരു രസത്തിനല്ല, ഒരു വലിയ വർണ്ണപ്രപഞ്ചം ഈ തീപ്പന്തം നിങ്ങൾ കത്തിക്കട്ടെ. ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം, ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യൻ്റെ കൂടെ വന്ന് പാർത്തു. ദൈവത്തിൻ്റെ തീ നമുക്ക് തിന്നാൻ പാകത്തിന് തണുവുള്ളതായി, നമ്മെ പൊള്ളിക്കുന്ന തീ, നമ്മെ ശരീരത്തിൽ മുഴുവൻ വടുവും വ്രണവും വരുത്തുന്ന തീ ജീവിതത്തിൽ ആദ്യമായി തിന്നാവുന്ന തീയായി മാറി. അതുകൊണ്ടാണ് അപ്രയം പിതാവുണ്ടല്ലോ, ചരിത്രത്തിൽ സഭാപിതാക്കന്മാരുടെ ആദ്യ കണ്ണിയായ അപ്രയം പിതാവ് പാടി, ഭക്ഷിക്കാവുന്ന ആത്മാവല്ല നിന്റെ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നത്. നിങ്ങളിത് കേട്ടിട്ടുണ്ടോ? പക്ഷെ ഒരുപാട് പേര് കേട്ട് കാണത്തില്ല. കുടിക്കാവുന്ന അഗ്നിയല്ല, കുടിക്കാവുന്ന ഒരഗ്നിയല്ല നിന്റെ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നത്. നമ്മൾ കുർബാനയിൽ നാവിലെടുത്ത് വെക്കുന്നത് ഈ തീയയാ, തീക്കട്ടയാ. അഗ്നിമയന്മാർ ആരെയെ നോക്കി വിറയ്ക്കുന്നുവോ ആ അപൂർവ അഗ്നിക്കട്ടയെയാണ് നാവിലെടുത്ത് നാം നുണയുന്നത്. പാപത്തിൻ്റെയും കുരുക്കിൻ്റെയും കുഴിയുടെയും അഴുക്കിൻ്റെയും ബലഹീനതയുടെയും നടുവിൽ നമ്മുടെ നാവേൽ വന്ന് വീഴുന്നത് ഈ സ്വർഗത്തിൻ്റെ തീയാ. തണുവിൽ തീയുണ്ടെന്ന്, മഞ്ഞിൽ തീയുണ്ടെന്ന് നമ്മെ ആദ്യം പഠിപ്പിച്ചത് ഉണ്ണിമിശിഹായാണ്. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഓ എൻ്റെ ആരാധ്യനായ ഈശോയെ, നമ്മുടെ പാദങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കട്ടെ, നമ്മുടെ പാദങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കട്ടെ, നമ്മുടെ പാദങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കട്ടെ, നമ്മുടെ കരങ്ങൾ ഒരുമിച്ച് ശേഖരിക്കട്ടെ, നമ്മുടെ കരങ്ങൾ ഒരുമിച്ച് ശേഖരിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് സ്പന്ദിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് സ്പന്ദിക്കട്ടെ, നമ്മുടെ ആത്മാക്കൾ ഒരുമയിലായിരിക്കട്ടെ, നമ്മുടെ ആത്മാക്കൾ ഒരുമയിലായിരിക്കട്ടെ, നമ്മുടെ ചിന്തകൾ ഒന്നായി തീരട്ടെ, നമ്മുടെ ചിന്തകൾ ഒന്നായി തീരട്ടെ,
നമ്മുടെ കാതുകൾ നിശബ്ദതയിൽ ഒരുമിച്ച് ശ്രവിക്കട്ടെ. നമ്മുടെ കാതുകൾ നിശബ്ദതയിൽ ഒരുമിച്ച് ശ്രവിക്കട്ടെ. നമ്മുടെ നോട്ടങ്ങൾ പരസ്പരം അഗാധമായി ചൂഴ്ന്നിറങ്ങട്ടെ. നമ്മുടെ നോട്ടങ്ങൾ പരസ്പരം അഗാധമായി ചൂഴ്ന്നിറങ്ങട്ടെ. നിത്യപിതാവിൽ നിന്നും കരുണ നേടുവാൻ, നിത്യപിതാവിൽ നിന്നും കരുണ നേടുവാൻ നമ്മുടെ അധരങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ അധരങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിന്റെ യഥാർത്ഥ സന്ദേശം എന്താ? വിണ്ണിലിരുന്ന് ഉറങ്ങുന്ന ഒരു ദൈവത്തെ പണ്ട് കവി പാടി കളിയാക്കി. എന്നാൽ വിണ്ണിലിരുന്ന് ഉറങ്ങുന്ന ദൈവമല്ല, ദൈവത്തിൻ്റെ കൂടാരം നമ്മോടുകൂടെ. തോളത്ത് കൈയിടാനൊരു ദൈവം, മറയ്ക്കാതെ മിണ്ടാനൊരു ദൈവം, അകം തുറന്ന് കാട്ടാനൊരു ദൈവം, മാണിക്യ ചെമ്പഴക്കാ പോലെ അകത്തിരിക്കുന്ന സർവ്വസങ്കടങ്ങളും മുപ്പുറക്കോട്ടയ്ക്കകത്ത് കുടഞ്ഞിട്ട് കാഴ്ചവെക്കാനൊരു ദൈവം, തോളത്ത് കൈയിടാനൊരു ദൈവം, എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ഇഷ്ടമാണ് ഉണ്ണീശോയെ എന്ത് നഷ്ടമാക്കി ഇന്നോമനിക്കാൻ. ഇഷ്ടമാണ് ഉണ്ണീശോയെ എന്തും നഷ്ടമാക്കി എന്നോമനിക്കാൻ. 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 കഷ്ടങ്ങളും ഭാരങ്ങളും നിന്റെ കയ്യിൽ വെച്ചിടാം. ആ കയ്യും മുത്തി മടങ്ങിയിടുമ്പോൾ എന്തോരാനന്ദം. വൈക്കോല് പോലെ എൻ്റെ ദുഃഖം നിൻ മുമ്പിലില്ലേ, ഗോശാല പോലെ കണ്ണുനീരും നിൻ മുമ്പിലില്ലേ. നീയും ഞാനും ചേരും സ്വർഗം. എന്തൊരു സന്തോഷമാ, എന്തൊരു സന്തോഷമാ. വെണ്ണീലാവേ വെണ്ണീലാവേ കണ്ണീരിൽ വീശണമേ, വൈക്കോലിൽ വീശണമേ. വെണ്ണീലാവേ വെണ്ണീലാവേ കണ്ണീരിൽ വീശണമേ, വൈക്കോലിൽ വീശണമേ. വെണ്ണീലാവേ 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 കണ്ണീരിൽ വീശണമേ, വൈക്കോലിൽ വീശണമേ. ഞാനൊരിക്കൽ ഇന്ത്യക്ക് പുറത്ത് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി. ഹോളിവുഡ്, അമേരിക്കയിലാണ്. അത് കാണാൻ ഭാഗ്യം കിട്ടിയപ്പോൾ വളരെ സന്തോഷിച്ചു. സിനിമകൾ എങ്ങനെ ഷൂട്ട് ചെയ്യും ഇതെല്ലാം പഠിപ്പിക്കുന്ന സമയമാണ്. കൗതുകത്തോടെ കൊതിയോടെ ഗാലറിയിലിരുന്ന് വലിയ സ്റ്റണ്ട് സീനുകളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങളെ കാണിച്ചു തരിക. ഹെലികോപ്റ്റർ പറന്നിറങ്ങുന്നു, ബോംബിടുന്നു, വെള്ളത്തിൻ്റെ മുകളിൽ ഹെലികോപ്റ്ററുകൾ പറക്കുന്നു, വെള്ളത്തിലും കരയിലും നിന്ന് ഫൈറ്റേഴ്സ് ഫൈറ്റ് ചെയ്യുന്നു. ഗംഭീരമായൊരു ഷോട്ട് സിനിമയുടെ ക്രിയേഷൻ കാണിച്ചു തരിക. പെട്ടെന്ന് ഞാനിങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പം ഹെലികോപ്റ്ററിൽ നിന്ന് വീണ ഒരു ബോംബ് താഴേക്ക് വീണിട്ട് ഭുമ്മെന്ന് കത്തിയിട്ട് ഒരു വലിയ തടാകത്തിൻ്റെ മേലെ മുഴുവൻ തീ ഇങ്ങനെ പരന്ന് കത്തുന്നു. വെള്ളം മണ്ണെണ്ണ പോലെ കത്തുന്നു. വലിയ കൗതുകത്തോടെ ഞാൻ എൻ്റെ കണ്ണ് വീണ്ടും ചിമ്മിത്തിരുമ്മി നോക്കി. എല്ലാം കെടുത്തുന്ന വെള്ളത്തിൽ വെള്ളം എണ്ണയിൽ എന്നവണ്ണം കത്തുകയാ. ഞാൻ തിരിച്ചു വന്ന് വിശുദ്ധ വചനം തുറന്നപ്പോൾ ഞാനൊരു ഭാഗം കണ്ടു. ജോബിന്റെ പുസ്തകം 40:19. അഗ്നി ജലത്തിൽ പോലും ശക്തി പ്രകടിപ്പിച്ചു, ജലം അഗ്നിയെ കെടുത്തുന്ന സ്വഭാവം മറന്നുപോയി. അഗ്നി ജലത്തിൽ പോലും ശക്തി പ്രകടിപ്പിച്ചു, ജലം അഗ്നിയെ കെടുത്തുന്ന സ്വഭാവം മറന്നുപോയി. വിശുദ്ധരെ, ഈ മഹാസന്തോഷത്തിന്റെ ദിവസത്തിൽ ഞാനിത് പറയാൻ കാര്യം എന്താണെന്നറിയാം. ഇന്ത്യക്ക് പുറത്തൊരിക്കൽ ഒരു തണുത്ത രാജ്യത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു പാതിരാ കുർബാന അർപ്പിക്കുന്ന സമയത്ത്, ഒരു ക്രിസ്മസ് രാത്രി കുർബാന അർപ്പിക്കുന്ന ഞാനും ഇങ്ങനെ കുളിരുകോരി കിടുകിടാ വിറയ്ക്കുകയാണ്. എനിക്ക് പിന്നെ കുർബാന കുപ്പായമെങ്കിലും ഉണ്ട്. ഞാൻ നോക്കിയപ്പം 14,000-ഓളം മക്കൾ തണുത്ത ഒരു ക്രിസ്മസ് രാത്രിയിൽ കിടുകിടാ വിറച്ചുകൊണ്ട് കുർബാന അർപ്പിക്കുന്നു. കുർബാനയുടെ പ്രസംഗത്തിൻ്റെ സമയത്ത് ഞാൻ കരുതി വെച്ച, ഓർത്തു വെച്ച, എഴുതി വെച്ച, പഠിച്ചു വെച്ച പ്രസംഗമെല്ലാം മാഞ്ഞുപോയി, മറന്നുപോയി, പറന്നുപോയി. എൻ്റെ വായിൽ ഒരു പ്രത്യേക ചോദ്യം വന്നു. ഞാൻ അവരോട് ചോദിച്ചു, ഉണ്ണിമിശിഹ എന്തുകൊണ്ടാണ് മഞ്ഞ് പൊഴിയുന്ന മാമരം കൊച്ചുന്ന മലർനിരകൾ മരവിച്ച തണുപ്പത്ത് ജനിച്ചത്? ഉണ്ണിമിശിഹ എന്തുകൊണ്ടാണ് ഈ മഞ്ഞത്ത് ജനിച്ചത്? എത്രയോ നല്ല മാസങ്ങളുണ്ട്. ഹേമന്തകാലമില്ലേ, ശിശിരകാലമില്ലേ? ഈ മഞ്ഞുകാലത്ത് മരവിപ്പിക്കുന്ന മഞ്ഞിൻ്റെ നടുവിൽ നെറുകയിൽ ജനിച്ചത് എന്തുകൊണ്ടാണ്? ഞാൻ തന്നെ ചോദ്യം ചോദിച്ചിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. 4,000-ഓളം ചെറുപ്പക്കാർ മുമ്പിലിരിക്കുന്നു. എൻ്റെ ഉള്ളിൽ ഞാനൊരു സ്വരം കേട്ടു, പൊന്നുകുഞ്ഞെ, എൻ്റെ പുരോഹിതദാസ,
നിന്റെ മനസ്സ് മരവിച്ച് തണുത്ത് ഫ്രോസണായി ഒന്നും ചെയ്യാൻ പറ്റാതെ തണുത്ത് മരവിച്ച് ഐസിൻ്റെ തണുപ്പോടെ നീ ചത്ത് മരവിച്ചിരിക്കുമ്പം നിന്റെ മരവിപ്പിൽ ഒരു പിറവിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കാനാണ് മഞ്ഞത്തുണ്ണിയുടെ ജനനം. ഉടനെ വിശുദ്ധരെ, ഞാൻ ഉള്ളിലൊരു സ്വരം കേൾക്കുകയാണ്. എന്തുകൊണ്ടാണ് അവൻ ഈ പാതിരാത്രിയിൽ ജനിച്ചത്? അലാറം വെച്ച് പ്രസവിച്ചതുപോലെ പാതിരാത്രിയുടെ നെറുകയിൽ ഒത്ത കൂരിരുട്ടിന്റെ നെഞ്ചിൽ പിറന്നത്, അക്യൂട്ട് ഡാർക്ക്നെസ്സിൽ പിറന്നത്. ഞാൻ ചോദിച്ചതേ ഉള്ളൂ, ഉത്തരം എനിക്കറിയില്ല. എൻ്റെ അന്തരാത്മാവിൽ ഞാൻ പെട്ടെന്നൊരു സ്വരം കേട്ടു, കുഞ്ഞേ മനസ്സറിഞ്ഞ് പാപം ചെയ്ത് നീ ഇരുളിലാണെങ്കിലും നിന്നെ തേടി ക്രിസ്തു വരും. മനസ്സറിഞ്ഞ് പാപം ചെയ്ത് ഒരിരുട്ടിൽ നീ ലയിച്ചാലും നിന്നെ തേടി ഒരു ക്രിസ്തു വരും. നിന്റെ ഇരുട്ടിൽ നിന്നെ ഒറ്റയ്ക്കാക്കാത്ത ഏക ദൈവം മിശിഹ, നിന്റെ പാപത്തിന്റെ പാതിരാത്രിയിലെ ഉദയസൂര്യൻ. അന്ന് ഞാൻ ചോദിച്ച ചോദ്യമാ, എന്തുകൊണ്ടാ കർത്താവേ കാലികൾക്കിടയിൽ, ഈ ദുർഗന്ധത്തിനിടയിൽ, ഈ ചാണകക്കുഴിയിൽ നീ പിറന്നത്? അതാണ് പിന്നീട് പ്രിയപ്പെട്ട സഹോദരൻ അച്ഛൻ വിനോജച്ചൻ പാടിയത്. കാലികൾക്ക് നടുവിൽ നീ പിറന്നെങ്കിലും. കർത്താവേ, കാലികളുടെ നടുവിലാണ് നീ പിറന്നത്. എന്തിനാ അങ്ങനെ പിറന്നത്? എൻ്റെ മൃഗസ്വഭാവങ്ങൾ, ഒരു മനുഷ്യനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില, പൊത്തുപൊരുത്തമില്ലാത്ത ചില സ്വഭാവങ്ങൾ എനിക്കുണ്ട്. ആനിമൽ നേച്ചർ, കെട്ട സ്വഭാവം, അനിമൽ നേച്ചർ, മൃഗസ്വഭാവം. ഒരു മനുഷ്യനും എന്നെ ചേർത്ത് വയ്ക്കാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. അവിടെയും നീ എന്നെ ഉൾക്കൊള്ളുമെന്ന് ക്രിസ്മസ് എന്നെ പഠിപ്പിച്ചു. മൃഗസ്വഭാവങ്ങളെ ഉൾക്കൊള്ളുമെന്ന് ക്രിസ്മസ് എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ടാ ക്രിസ്മസിൽ നമ്മൾ കരയുന്നത്. ക്രിസ്മസ് കരയണം പ്രിയപ്പെട്ടവരെ, വെറുതെ ദുഃഖം കൊണ്ടല്ല. നമ്മുടെ മൃഗസ്വഭാവങ്ങളെ ചേർത്ത് വെച്ച് തോളത്ത് കൈയിടാൻ ഒറ്റ മനുഷ്യനേ ഉള്ളൂ, മനുഷ്യനായി പിറന്ന രക്ഷകൻ. ഇദാസുതൻ നിസാരനായി ഗോശാലയിൽ മയങ്ങുന്നു. ഇദാസുതൻ നിസാരനായി ഗോശാലയിൽ മയങ്ങുന്നു. പിതാവ് തൻ കുമാരനെ ഉദാരമായി തരുന്നീതാ. പിതാവ് തൻ കുമാരനെ ഉദാരമായി തരുന്നീതാ. മഞ്ഞു പെയ്യുന്ന രാവിൽ കുഞ്ഞു പൈതലായി ദൈവം. മഞ്ഞു പെയ്യുന്ന നിലാവിൽ കുഞ്ഞു പൈതലായി ദൈവം. രാരാരിരോ രാരിരാരോ രാരാരിരോ രാരിരാരോ രാരാരിരോ രാരിരാരോ രാരാരിരോ രാരിരാരോ രാരാരിരോ രാരിരാരോ. ക്രിസ്മസിൻ്റെ ഈ മധുര രാത്രിയിൽ മനോജ്ഞമായ ഒരു പ്രകാശം നിങ്ങളുടെ നെഞ്ചിൽ വന്ന് തട്ടട്ടെ. ഉണ്ണിയെ കാണുന്നതിൻ്റെ സന്തോഷമല്ല, ഉണ്ണിയുടെ തോളത്ത് നമുക്ക് കൈയിടാം. ഇതാ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. നമ്മുടെ പാദങ്ങൾ അവൻ്റെ കൂടെ സഞ്ചരിക്കട്ടെ. നമുക്ക് അവൻ്റെ കൂടെ മിഠായി തിന്നാം, അവൻ്റെ കൂടെ കളിക്കാം, അവൻ്റെ കൂടെ ചിരിക്കാം, അവൻ്റെ മുമ്പിൽ നീരസങ്ങൾ പറയാം, അവനോട് പരാതി പറയാം, പാപം പോലും തുറന്നു കാട്ടാം. കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ മഞ്ഞിൽ തീയുണ്ടെന്ന് നമ്മെ പഠിപ്പിച്ച മിശിഹ നമ്മുടെ ഹൃദയത്തിൻ്റെ തണുത്ത മഞ്ഞിൽ തീയിടും. കർത്താവിൻ്റെ മഹാകൃപ നിങ്ങളെല്ലാവരുടെയും കൂടെ വന്ന് വസിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധ റൂഹിയുടെ സഹവാസവും 5 ദിനങ്ങളിൽ 5 വിഷയങ്ങളിൽ 5 ആശയങ്ങളിൽ 5 വെളിപാടുകളിൽ കൂടെ നിന്ന നിങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വൈക്കോലിൽ പൂവിട്ട കാരുണ്യമേ, ചെങ്കോൽ മറന്ന രാജാവേ, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാനെന്നു കഴിയും. വൈക്കോലിൽ പൂവിട്ട കാരുണ്യമേ, ചെങ്കോൽ മറന്ന രാജാവേ, നിന്നെ പോലാകാനെന്നു കഴിയും, നിന്നെ പോലാകാൻ